വാ ഡ്രിഫ്റ്റിങ് മമ്മീസിന്റെ ഒരു ഏരിയയിലാണ് നിൽക്കുന്നത്. കാണാൻ വേണ്ടുന്നുണ്ടോ? അതന്നെ ഒന്നും ഉണ്ടായില്ല, പേടിക്കണ്ട. ഒന്ന് വരോ ഹെൽപ്പ്? ഇതിന്റെ മുകളിൽ നിന്ന് വേണ്ട ചാവൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇത് നമ്മുടെ ഡേ 2 സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇന്നത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒരു 3D ആർട്ട് മ്യൂസിയം ഉണ്ട് പോർട്ട് ഡിക്സണിൽ. അപ്പോൾ അത് പോയി കാണാം. അതിനുശേഷം ഫുഡ് കഴിക്കണം. പിന്നെ ഉള്ളൊരു പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട്. ഞങ്ങൾ നോക്കിയപ്പോൾ ഒരു 16th സെഞ്ച്വറിയിൽ നിർമ്മിച്ച ഒരു ലൈറ്റ് ഹൗസ് ആണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടെന്ന് പോയി കാണണം. അപ്പോൾ അതാണ് ഇന്നത്തെ പ്ലാൻ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. 3D ആർട്ട് ഗാലറിയിൽ ആക്ച്വലി നമ്മൾ കാണാൻ പോകുന്നത് 3D പെയിൻറ്റിങ്സ് ആണ്. ഭിത്തിയിലും ഫ്ലോറിലും ഒക്കെ ആയിട്ട് അവർ വരച്ച് വെച്ചിരിക്കുന്ന 3D പെയിൻറ്റിങ്സ്. അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കാം. അപ്പോൾ അത് ഭയങ്കര ഒറിജിനാലിറ്റി ഫീൽ ചെയ്യും. അതാണ് 3D പെയിൻറ്റിങ്സിൻ്റെ പ്രത്യേകത. നമ്മുടെ നാട്ടിലൊക്കെ പലയിടങ്ങളിൽ കാണാറുണ്ട്. ഞാനൊരു പ്രാവശ്യം തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ പോയപ്പോൾ അവിടെ 3D പെയിൻറ്റിങ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ആർട്ട് ഗാലറിയാണിത്. അപ്പോൾ നമുക്ക് കാണാം. എഴുന്നേറ്റോ. അപ്പോൾ നമ്മുടെ 3D ആർട്ട് ഗാലറി കഴിഞ്ഞു. നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടാകും, നമുക്ക് കാണാം. ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് എസ്കേപ്പ് റൂമിലേക്കാണ്. അപ്പോൾ എസ്കേപ്പ് റൂമിൽ രണ്ടെണ്ണം ഉണ്ട്. ഒരു മമ്മിയും ഉണ്ട്, ഒരു ഡൈനോസറിനും ഉണ്ട്. രണ്ടിലും പോവും. മമ്മിയിലേക്ക് നമ്മൾ ആദ്യം പോകാനായിട്ട് നിൽക്കണം. എൻട്രൻസിലാണ്. ഞങ്ങൾ ഉള്ളിൽ പോട്ടെ. നമ്മൾ ഇപ്പോൾ എസ്കേപ്പ് റൂമിൻ്റെ അകത്താണ്. നമ്മുടെ മിഷൻ എന്താണെന്നുള്ളത് ആക്ച്വലി നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇതിനകത്ത് എവിടെയോ അവർ ഒരു എഴുതി വെച്ചിട്ടുള്ളതാണ് പറയാം. അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിക്കണം. എന്നിട്ട് ക്ലൂ കണ്ടുപിടിക്കണം. എന്നിട്ട് ഈ എസ്കേപ്പ് റൂമിൽ നിന്ന് പുറത്തിറങ്ങണം. അപ്പോൾ അതാണ് നമ്മുടെ പ്ലാൻ. ഡോറിൻ്റെ പുറകിലൊക്കെയാണ് എഴുതി വെച്ചിട്ടുണ്ടാവുക. Monsters waiting for you behind this door. You need to scream until the red light at the door frame turns into blue. Chakku. Scream ചെയ്യാൻ ready ആയില്ലേ? ഇത് blue ആക്കണം. Scream ചെയ്തിട്ട്. 1 2 3 go. Oh, Dana. A button to heaven, a button to hell. Which one will you choose? ഇതില് മമ്മീസിന്റെ ഒരു ഏരിയയിലാണ് നിൽക്കുന്നത്. കാണാൻ വേണ്ടുന്നുണ്ടോ? അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നോക്കാം എങ്ങനെ എക്സിറ്റ് ചെയ്തെന്ന് നോക്കാം. കിട്ടിയിട്ടുള്ള കീ. ഇനി ഈ കീ നമ്മൾ ലാബിന്റെ ഡോറ് തുറക്കാൻ. ഒന്നുകൂടെ
വാ ഡ്രിഫ്റ്റിങ് പോയാലോ? നമ്മൾ കുറേ റിക്രിയേഷണൽ ആക്ടിവിറ്റീസ് ചെയ്തു. നമ്മൾ എസ്കേപ്പ് റൂമിൽ കയറി, അതിനുശേഷം അവിടുത്തെ കുറേ ഫൺ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തതിന് ശേഷം ഇപ്പോൾ ഒരു പബ്ലിക് ബീച്ച് വന്നു. ഇവിടെ ദൂരെ കുറേ ബിൽഡിങ്സ് കാണാൻ പറ്റും. അത് ആക്ച്വലി ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റിസോർട്ടാണ് പോർട്ട് ഡിക്സണിലെ. അതിൻ്റെ പേര് ലെക്സസ് ഹൈബിസ്കസ് എന്നാണ്. ആക്ച്വലി ഒരു ചെമ്പരത്തിപ്പൂവിൻ്റെ ആകൃതിയിൽ അത് കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. കാണാൻ ഭയങ്കര ഭംഗിയാണ്. അതുപോലെ ഭയങ്കര എക്സ്പെൻസീവ് ഒരു റിസോർട്ടാണ്. അതുപോലെ ഇവിടെ കുറേ വാട്ടർ ആക്ടിവിറ്റീസ് ഉണ്ട്. ദൂരെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഒരു ബനാന ബോട്ട്. അവിടെ കയറാൻ വേണ്ടി ആൾക്കാർ റെഡിയായി നിൽക്കുന്നു. ഇപ്പുറത്ത് കുറച്ച് കണ്ടൽ കാടുകളും കുറച്ച് ചെളിയൊക്കെ നിറഞ്ഞ ഒരു ഏരിയയാണ്. അവിടെ നിന്ന് കുറേ പേര് കക്ക വറക്കുന്നു. കക്കയാണെന്ന് തോന്നുന്നു. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം എന്താ അവർ ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടൊരു കാഴ്ച, സൺസെറ്റിൻ്റെ സമയം. അപ്പോൾ അതൊക്കെ നമുക്ക് ആസ്വദിക്കാം. ഓക്കെ. No. I stay at Avilion. You stay nearby? Okay. You come here very family time. Okay. ഇത് ആക്ച്വലി ആ പബ്ലിക് ബീച്ചിലെ ഒരു ചതുപ്പ് നിലമാണ്. അതിൻ്റെ ഒരു സൈഡിലായിട്ട് കുറേ കണ്ടൽ കാടുകളും കണ്ടൽ കാടുകളൊക്കെ ആയിട്ടുള്ള ഒരു ചതുപ്പ് നിലവിടെ കുറേ പേര് വന്നിട്ട് കക്ക വറക്കാൻ നിൽക്കുന്നുണ്ട്. നല്ല രസമാണ് ഇവിടെ നിന്നുള്ള കാഴ്ചകൾ. ഞാൻ അവരുടെ സംസാരിച്ചു അതിനെക്കുറിച്ച്. അവർ മിക്കവാറും ഈവനിങ്സിൽ വന്നിട്ട് അവരുടെ ഒരു റിക്രിയേഷണൽ ആക്ടിവിറ്റി പോലെ അത് എടുത്തുകൊണ്ട് പോയി വിൽക്കുകയൊന്നുമല്ല, അവർ ഫാമിലിയായിട്ട് പോയി കുക്ക് ചെയ്ത് കഴിക്കും. അങ്ങനത്തെ ഒരു ഈവനിങ് ടൈം. നല്ല ശബ്ദമല്ലേ? നല്ല ശബ്ദം റെക്കോർഡ് ഇട്ടിരിക്കുന്ന പോലെ. ഞങ്ങൾ താമസിച്ചിരിക്കുന്ന ഹോട്ടലിന്റെ അവിടെ ഫയർ ഡാൻസ്, പാട്ട്, അങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഫയർ ഡാൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. Tell me pretty lies, look me in the face. Tell me that you love me, even if it's fake.